സല്യൂട്ട് ഭാരത്. സല്യൂട്ട് ഭാരതിൽ നമ്മോടൊപ്പമുള്ളത് മുതിർന്ന മാധ്യമപ്രവർത്തകൻ ശ്രീ എ ഹരികുമാറാണ്. സർ, നമ്മൾ ഈ FRCS എന്നൊക്കെ കേട്ടിട്ടുണ്ട്. FRCS ഈ ഡോക്ടർമാരുടെ ബിരുദത്തിനോടൊപ്പം ചേർന്ന് വരുന്ന ഒരു പേരാണ്. സത്യം പറഞ്ഞാൽ അതിൻ്റെ ഫുൾ ഫോം എനിക്കറിയില്ലായിരുന്നു. സാറ് നമുക്ക് ആ വിഷയം സംസാരിക്കാമെന്ന് പറയുമ്പോഴാണ് ഞാനത് ശരിക്കും FRCS ശരിക്കും കേൾക്കുന്നത്. സർ, ഇവിടെ FRCS നമ്മൾ പഠിച്ചിറങ്ങുന്ന കോളേജിൽ, അതായത് എഡിൻബറോ മെഡിക്കൽ കോളേജിൽ നമ്മൾ കേട്ടിട്ടുള്ള സർജറി ആദ്യമായി ചെയ്ത ശുശ്രുതൻ എന്ന സന്യാസി വര്യൻ്റെ പ്രതിമ സ്ഥാപിക്കാൻ പോകുന്നു എന്നൊരു വാർത്ത വരുന്നു. സർ, എന്താണ് അതിനെക്കുറിച്ച് നമുക്ക് അറിയാൻ കഴിയുന്നത്? ശുശ്രുതൻ്റെ പ്രതിമ അവിടെ സ്ഥാപിക്കുമ്പോൾ നമ്മുടെ രാജ്യം ശുശ്രുതന് എത്ര വില നൽകുന്നു എന്നുകൂടെ നമുക്കിവിടെ പറയേണ്ടി വരും. ലോകത്തിലെ ആദ്യത്തെ സർജറി കോളേജാണ് റോയൽ കോളേജ് ഓഫ് സർജൻസ് എഡിൻബറോ. ആ റോയൽ കോളേജ് ഓഫ് സർജൻസ് എഡിൻബറോയിൽ നിന്ന് അവാർഡ് ചെയ്യപ്പെടുന്ന ഡിഗ്രിയാണ് FRCS. വേറെ ഇപ്പോൾ 3 കോളേജുകളിലൂടെ ഉണ്ട് FRCS. അതെല്ലാം ബ്രിട്ടനിലാണ്. അപ്പോൾ യുണൈറ്റഡ് കിങ്ഡത്തിലുള്ള ഈ 4 റോയൽ കോളേജ് ഓഫ് സർജൻസിലെ ആദ്യത്തെ കോളേജാണ്. 1505 സ്ഥാപിച്ച ആണ് ഈ റോയൽ കോളേജ് ഓഫ് സർജൻസ് എഡിൻബറോ. അവിടെ ബിരുദദാനം നടക്കുന്ന ഹാളിലേക്ക് കയറുന്നിടത്ത് ലോകത്തിലെ ആദ്യത്തെ സർജനായ സുശ്രുത മഹർഷിയുടെ പ്രതിമ ഈ ജൂൺ 19 അനാച്ഛാദനം ചെയ്തു. അതൊരു ചരിത്ര സംഭവമാണ്. സുശ്രുതൻ ഭാരതത്തിൽ ജീവിച്ചിരുന്നത് BC 1000-നും 700-നും ഇടയ്ക്കുള്ള ഒരു കാലത്തിലായിരുന്നു എന്നാണ് ചരിത്രകാരന്മാർ പറയുന്നത്. അന്ന് അദ്ദേഹം വാരണസിയിലാണ് ജീവിച്ചിരുന്നത്. ആ കാലഘട്ടത്തിൽ യുദ്ധത്തിലും അതുപോലെ മറ്റു രീതിയിലുമൊക്കെ അംഗഭംഗം വരുന്നവർക്ക്, അംഗവൈകല്യം വന്നവർക്ക് അവരുടെ ശരീരം പൂർവ്വസ്ഥിതിയിലാക്കാൻ വേണ്ടിയിട്ട് ശസ്ത്രക്രിയ നടത്തിയ ലോകത്തിലെ ആദ്യത്തെ ചരിത്രം രേഖപ്പെടുത്തിയിരിക്കുന്ന ശസ്ത്രക്രിയ വിദഗ്ധനായിരുന്നു സുശ്രുത മഹർഷി. ആ സുശ്രുത മഹർഷി ഏതാണ്ട് 200-ലധികം ശസ്ത്രക്രിയ ഉപകരണങ്ങൾ അദ്ദേഹം തന്നെ രൂപകൽപ്പന ചെയ്ത് നിർമ്മിച്ചിട്ടുണ്ട് എന്ന് പറയുമ്പോൾ ശസ്ത്രക്രിയ എന്ന മേഖലയ്ക്ക് അദ്ദേഹം നൽകിയ സംഭാവനകൾ, ശസ്ത്രക്രിയയുടെ പിതാവ് തന്നെയാണ് അദ്ദേഹം. പിതാവും മാതാവും എല്ലാം അദ്ദേഹം തന്നെയാണ്. ആ സംഭാവനകളെ കുറിച്ച് ഇന്ന് ലോകം മുഴുവൻ അറിയുകയും ലോകം അദ്ദേഹത്തെ അംഗീകരിക്കുകയും ചെയ്യുകയാണ്. ഇതൊരു മഹാസംഭവമാണ്. ഇതിന്റെ പശ്ചാത്തലത്തിൽ നമ്മൾ ചിന്തിക്കുക, അതായത് അതുകൂടെ ഞാൻ പറഞ്ഞിട്ട് നമ്മുടെ നാടുമായിട്ട് ഒരു താരതമ്യം നടത്തി പിന്നെ നമുക്ക് വിശദാംശങ്ങളിലേക്ക് കടക്കാം. അവിടെ ഈ പ്രതിമ അനാച്ഛാദനം ചെയ്തപ്പോൾ അതിനെക്കുറിച്ച് UK പ്രധാന പത്രങ്ങളൊക്കെ എഴുതിയിരിക്കുന്നത് ശരിക്കും ചരിത്രാതീത കാലവും ആധുനിക കാലഘട്ടവും തമ്മിൽ ബന്ധിപ്പിക്കുന്ന ഒരു പാലമാണ് സുശ്രുതന്റെ ഈ പ്രതിമ. ഈ പ്രതിമയുടെ മുന്നിലൂടെ FRCS എന്ന മഹത്തായ ഡിഗ്രി വാങ്ങാനായിട്ട് പോകുന്ന ഏതൊരു ശസ്ത്രക്രിയാ വിദഗ്ധനും കാലങ്ങളുടെ മുമ്പുള്ള ഒരു മനുഷ്യ പാരമ്പര്യത്തിന്റെ മുന്നിലൂടെയാണ് കടന്നു പോകുന്നത്. മാനവരാശിയുടെ മൊത്തം സമ്പത്തായിട്ട് സുശ്രുതനെ അവർ കണക്കാക്കുന്നു. പക്ഷെ നമ്മുടെ നാട്ടിലോ, തിരുവനന്തപുരം മെഡിക്കൽ കോളേജിൽ സുശ്രുതന്റെ പ്രതിമ സ്ഥാപിച്ചാൽ ഉണ്ടാകാൻ പോകുന്ന പുകിലൊക്കെ നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കി. കേരളത്തിലെ മെഡിക്കൽ ഡോക്ടർമാരെല്ലാം കൂടെ ഭയങ്കര ബഹളം വെക്കും. ഇതൊരു കള്ള നാണയമായിരുന്നു. ഇപ്പൊ ആയുർവേദം പ്രാക്ടീസ് ചെയ്യുന്നവരൊക്കെ കള്ളന്മാരാണെന്നും ഹോമിയോപ്പതി പ്രാക്ടീസ് ചെയ്യുന്നവർ കള്ളന്മാരാണെന്നും പറയുന്ന ഡോക്ടർമാരാണ് നമ്മുടെ നാട്ടിലുള്ളത്. IMA പോലും അങ്ങനെയാണ് സംസാരിക്കുന്നത്. അപ്പൊ ആയുർവേദ ശസ്ത്രക്രിയ വിദഗ്ധനായിരുന്നു സുശ്രുത മഹർഷി. അപ്പോൾ സുശ്രുത മഹർഷിയുടെ ഒരു പ്രതിമ പാശ്ചാത്യരാണ് അത് അവിടെ നമ്മളെ കടത്തിവിട്ടിരിക്കുന്നത്. നമ്മുടെ പാരമ്പര്യം അവര് അങ്ങ് ഏറ്റെടുക്കുകയാണ്. ചുരുക്കി പറഞ്ഞാൽ ഇനി കുറെ കൊല്ലം കൊണ്ടോ കഴിയുമ്പോൾ സുശ്രുതൻ ജീവിച്ചിരുന്നത് ലണ്ടനിലായിരുന്നു എന്ന് വേണമെങ്കിൽ അവർ പറഞ്ഞാലും ലോകം അത് അംഗീകരിക്കും. ഇനിയിപ്പോ ലോകത്തിലൊരു ഭൂകമ്പമൊക്കെ ഉണ്ടായി ലോകം അങ്ങ് നശിച്ചെന്നിരിക്കട്ടെ, നാളെ സുശ്രുതന്റെ പ്രതിമ കിട്ടുന്നത് എവിടെ നിന്നായിരിക്കും? സ്കോട്ട്ലൻഡിൽ നിന്നായിരിക്കും. അപ്പൊ ചിന്തിക്കുന്നത് സുശ്രുതൻ ഒരു ബ്രിട്ടീഷ് ബ്രിട്ടനിൽ ജീവിച്ചിരുന്ന ഒരു ശസ്ത്രക്രിയ വിദഗ്ധനായിരുന്നു എന്നായിരിക്കും. അതൊക്കെ പോട്ടെ, എന്നാലും നമുക്ക് വിഷയത്തിലേക്ക് വീണ്ടും വരാം. അപ്പോ ഈ ജൂൺ 19 ഈ പ്രതിമ അനാച്ഛാദനം ചെയ്തപ്പോ അവിടെ ആ ചടങ്ങിൽ സംബന്ധിക്കാനായിട്ട് റോയൽ കോളേജ് ഓഫ് സർജൻസിന്റെ ഇപ്പോഴത്തെ പ്രസിഡന്റ് ക്ലെയർ മക്നോട്ട്,
തൊട്ട് മുമ്പത്തെ റോയൽ കോളേജ് ഓഫ് സർജൻസിന്റെ പ്രസിഡന്റ് ആയിരുന്ന റോവാൻ പാർക്സ്, റോയൽ കോളേജ് ഓഫ് സർജൻസിന്റെ ഗവേണിംഗ് കൗൺസിൽ മെമ്പർമാര്, ബ്രിട്ടനിലെ എല്ലാ പ്രമുഖ ഡോക്ടർമാരും അവിടെ സന്നിഹിതരായിരുന്നു. ഈ പ്രതിമ നിർമ്മിക്കാനുള്ള മുൻകൈ എടുത്തത്, അല്ല അതിനു മുമ്പ് ഞാൻ ഈ FRCS ഡിഗ്രിയെ കുറിച്ച് നമുക്കൊന്ന് പറയാം. FRCS എന്ന് പറയുന്നത് ചെറിയ ഡിഗ്രി അല്ല. FRCS ഡിഗ്രി ഉള്ള ഒരു ഡോക്ടർക്ക് ലോകത്ത് എവിടെ ചെന്നാലും വലിയ അംഗീകാരമാണ്. നമുക്ക് രണ്ടാമത് ഒന്ന് ആലോചിക്കണ്ടേ, ബ്രിട്ടനിൽ പഴയ കാലത്ത് തൊട്ട് തന്നെ ലോകം മുഴുവൻ അംഗീകരിക്കപ്പെടുന്ന 2 ഡിഗ്രികളാണ്. ഒന്ന് MRCP, മെമ്പർ ഓഫ് റോയൽ കോളേജ് ഓഫ് ഫിസിഷ്യൻസ്. അവര് ഫിസിഷ്യന്മാരാണ്, അത് നമ്മുടെ MD എടുത്തതിന് ഒക്കെ മുകളിൽ നിൽക്കുന്ന ആൾക്കാർ. അതുപോലെ തന്നെയാണ് FRCS, ഫെലോ ഓഫ് റോയൽ കോളേജ് ഓഫ് സർജൻസ്. അവര് ശസ്ത്രക്രിയയുടെ അവസാന വാക്കാണ്. അപ്പോ ആ ലോകത്തിലെ ഇന്ന് ഏറ്റവും വലിയ ഡിഗ്രിയാണ് FRCS. ആ FRCS സ്വീകരിക്കാൻ പോകുന്നവര് ചരക മഹർഷിയുടെ മുന്നിലൂടെ പോയിട്ടേ അവർക്ക് സ്വീകരിക്കാൻ പറ്റത്തുള്ളൂ. അപ്പോഴാ ഇവിടെ പിന്നെ ഒരു കാശ്, അച്ഛനും അമ്മയ്ക്കും കാശുണ്ടെന്ന് പറഞ്ഞിട്ട് ഏതെങ്കിലും മെഡിക്കൽ കോളേജിൽ പോയിട്ട് ഒരു ഡിഗ്രി വാങ്ങിച്ചുകൊണ്ട് വന്നിരിക്കുന്നവന് ശാസ്ത്രത്തെക്കുറിച്ച് പറയുന്നത്. ആ വ്യത്യാസം നമുക്ക് മനസ്സിലാക്കണം. യഥാർത്ഥ നിറകുടം തുളുമ്പില്ല, കുറകുടം കൂത്താട്, ഇങ്ങനെ 2 ചൊല്ലുകൾ മലയാളത്തിലുണ്ട്. നമ്മുടെ നാട്ടിൽ ഈ വായാടികളായിട്ടുള്ള സ്വയം പ്രഖ്യാപിത ശാസ്ത്രജ്ഞന്മാരും സ്വയം പ്രഖ്യാപിത മതേതര പുരോഗമനവാദികളും ഒക്കെ ഈ കുറകുടം കൂത്താടും എന്ന് പറയുന്ന അവസ്ഥയിലാണ്. അതിങ്ങനെ ശബ്ദമൊക്കെ ഉണ്ടായിക്കൊണ്ടിരിക്കും. ഒരു വെള്ളമില്ലാത്ത ഒരു കുടമെടുത്ത് പിന്നെ വെള്ളത്തിന് മുകളിൽ വെച്ചാൽ അത് കിടന്ന് ഓടി നടക്കും. അതാണ് കൂത്താടും എന്ന് പറയുന്നത്. നിറകുടം തുളുമ്പത്തില്ല, നിറകുടത്തില് അത് പൂർണ്ണതയിലാണ്. ആ പൂർണ്ണതയിലുള്ളവരാണ് ഇതുപോലുള്ള പാരമ്പര്യവും മാനവരാശിയുടെ പൈതൃകവും ഒക്കെ അംഗീകരിക്കാനുള്ള മനസ്സ് അവർക്കാണ് വരുന്നത്. എന്തെങ്കിലുമൊക്കെ അറ്റവും മൂലം പഠിച്ചേച്ച് വന്നു കഴിഞ്ഞാൽ പിന്നെ ഇവിടെ കിടന്ന് ബഹളമാണ്. പിന്നെ അതൊക്കെ പോട്ടെ, എന്തായാലും നമുക്ക് ഈ സംഭവത്തെ കുറിച്ച് നമുക്കൊന്നുകൂടെ ഞാൻ പറയാം. ഇത് ഈ പ്രതിമാ നിർമ്മാണത്തിന് മുൻകൈ എടുത്തത് എന്തായാലും ഒരു ഇന്ത്യക്കാരൻ തന്നെയാണ്. അദ്ദേഹം UK അതിപ്രഗത്ഭനായ ഒരു സർജനാണ്. ആന്ധ്രാപ്രദേശുകാരനായ ഡോക്ടർ ചന്ദ്ര ചെരുവ്. അദ്ദേഹമാണ് ഈ പ്രതിമാ നിർമ്മാണത്തിന് മുൻകൈ എടുത്ത വ്യക്തി. അദ്ദേഹത്തിന് ഭാരതത്തിലെ ഈ പ്രതിമ നിർമ്മിക്കാൻ, ഇപ്പൊ ഒരു പ്രതിമ നിർമ്മിക്കണമെങ്കിൽ സ്വാഭാവികമായിട്ടും ഇപ്പോ സുശ്രുത മഹർഷിയുടെ ഏതെങ്കിലും അദ്ദേഹത്തെ കുറിച്ചുള്ള വിവരണങ്ങൾ ഉണ്ടാവണം. പ്രതിമകളൊന്നും കൃത്യമായിട്ടുണ്ടാവണമെന്നില്ല, വിവരണങ്ങൾ മതി. വിവരണങ്ങൾ വെച്ചിട്ട് അതിനെക്കുറിച്ചൊക്കെ ഈ ഡോക്ടർ ചന്ദ്രുവിന് പിന്നെ അദ്ദേഹത്തിന് ഒരു അവബോധം ഉണ്ടായി കൊടുത്തത് നമ്മുടെ നാട്ടിലെ ഇന്ത്യയിലെ ഗ്യാസ്ട്രോ ഇൻഡസ്റ്റൈനൽ എൻട്രോ സർജനും നാഷണൽ അസോസിയേഷൻ ഓഫ് ഗ്യാസ്ട്രോ ഇൻഡസ്റ്റൈനൽ എൻഡോ സർജൻസ് എന്ന സംഘടനയുടെ പ്രസിഡന്റുമായ ഡോക്ടർ കെ ഗോവിന്ദരാജുവാണ്. ഗോവിന്ദരാജാണ്. അദ്ദേഹമാണ് ഈ അവബോധം ഡോക്ടർ ചന്ദ്രുവിന് കൊടുക്കുന്നത്. അദ്ദേഹത്തിന്റെ ഗൈഡൻസിലാണ് ഈ പ്രതിമ നിർമ്മിച്ചത്. തമിഴ്നാട്ടിലെ അതിപ്രഗത്ഭമായ പാരമ്പര്യമായിട്ട് ഈ പ്രതിമാ നിർമ്മാണത്തിന്റെ മേഖലയിലെ അതിപ്രഗത്ഭ കുടുംബത്തിൽപ്പെട്ട രാഘവാനന്ദം സ്ഥപതി എന്ന വ്യക്തിയാണ്. അദ്ദേഹം സ്വാമിമല, അത് തഞ്ചാവൂർ ജില്ലയിലെ കുംഭകോണത്തുള്ള സ്വാമിമല സ്വദേശിയാണ്. അദ്ദേഹമാണ് പാരമ്പര്യ രീതിയിൽ തന്നെയാണ് ഈ പ്രതിമ നിർമ്മിച്ചിരിക്കുന്നത്. ഓടിലാണ് പ്രതിമ നിർമ്മിച്ചിരിക്കുന്നത്. ഏതാണ്ട് 90 കിലോ തൂക്കം വരുന്ന ഈ പ്രതിമ അവിടെ ഇന്ത്യയിൽ നിന്നും കസ്റ്റംസിന്റെ ഒക്കെ എല്ലാ ക്ലിയറൻസും ലഭിച്ച ശേഷം കയറ്റി അയച്ചു. അത് യുണൈറ്റഡ് കിങ്ഡത്തിലെത്തി. അവിടെയാണ് ഈ പ്രതിമ, അങ്ങനെയാണ് ഈ പ്രതിമ അവിടെ സ്ഥാപിക്കുന്നത്. ഈ പ്രതിമ സ്ഥാപനത്തോടനുബന്ധിച്ച് അവിടെ ഈ റോയൽ കോളേജ് ഓഫ് സർജൻസ് ഒരു പുസ്തകം പുറത്തിറക്കിയിട്ടുണ്ട്. സുശ്രുതനെ കുറിച്ചുള്ള ഭാരതീയ ശസ്ത്രക്രിയാ സമ്പ്രദായത്തെ കുറിച്ചുള്ള ഒരു പുസ്തകമാണത്. 40 പ്രഗത്ഭരായ ഡോക്ടർമാരുടെ ആർട്ടിക്കിൾസ് ആണ് അതിലുള്ളത്. 36 ആർട്ടിക്കിൾസ് അടങ്ങുന്ന, ചില ആർട്ടിക്കിൾ 2 പേര് ചേർന്ന് എഴുതിയതാണ്. അപ്പോ അങ്ങനെ 36 പ്രൗഢഗംഭീരങ്ങളായ ലേഖനങ്ങൾ ഉള്ള ഒരു മഹത്തായ ഒരു സ്മരണികയും ഈ അവസരത്തില് അവർ പുറത്തിറക്കിയിട്ടുണ്ട്. അപ്പോ ഇത് ലോകം എത്രമാത്രം നമ്മുടെ പാരമ്പര്യത്തെ അംഗീകരിക്കുന്നു എന്നുള്ള ആ ഒരു മഹത്തായ ഒരു സന്ദേശമാണ് നമ്മൾ ഈ വാർത്തയിലൂടെ ഇപ്പോ നമ്മുടെ നാട്ടിലെ ജനങ്ങളെ അറിയിക്കുന്നത്. ശരിക്കും നമ്മുടെ നാട്ടിലെ മാധ്യമങ്ങളൊക്കെ ഈ വാർത്ത യഥാർത്ഥത്തിൽ അത് പ്രസിദ്ധീകരിക്കേണ്ടതായിരുന്നു. പക്ഷേ മലയാള മാധ്യമങ്ങളൊന്നും പ്രസിദ്ധീകരിച്ചതായിട്ട് ഞാൻ കാണുന്നില്ല. ഇംഗ്ലീഷ് മാധ്യമങ്ങളിലുണ്ട്. നിങ്ങൾ ഗൂഗിളിൽ അടിച്ചു നോക്കിയാൽ നിങ്ങൾക്ക് കാണാം.
ഇംഗ്ലീഷ് മാധ്യമങ്ങളൊക്കെ അത് പ്രസിദ്ധീകരിച്ചിട്ടുണ്ട്. അഖിലേന്ത്യാ തലത്തിൽ ഈ വാർത്ത വന്നിട്ടുണ്ട്. ബ്രിട്ടീഷ് പത്രങ്ങളൊക്കെ അതിഗംഭീരമായിട്ട് ഈ സംഭവത്തെ ചിത്രീകരിച്ചിട്ടുണ്ട്. ഈ സുശ്രുത മഹർഷിയെ പറ്റി പറയുമ്പോൾ ഞാൻ ആദ്യമേ പറഞ്ഞു, അദ്ദേഹം വാരണാസിയിലാണ് ജീവിച്ചിരുന്നത്. വാരണാസിയിലെ ആ കാലഘട്ടത്തിൽ അദ്ദേഹം നമ്മൾ ചരിത്ര പുസ്തകങ്ങളിലൊക്കെ വായിക്കുന്ന ഒരു കാലഘട്ടത്തിൽ പല രാജാക്കന്മാരും പലർക്ക് ശിക്ഷ കൊടുത്തിരിക്കുന്നത്, പ്രത്യേകിച്ച് ഈ അഡൽട്ടറി എന്ന് വെച്ചാൽ ഒരു പരപുരുഷ ബന്ധത്തിന് സ്ത്രീകൾക്ക് കൊടുത്തിരുന്ന ഒരു ശിക്ഷ അവരുടെ മൂക്ക് വെട്ടിക്കളയുക എന്നുള്ളതാണ്. അപ്പൊ അങ്ങനെ മൂക്ക് വെട്ടിക്കളഞ്ഞ സ്ത്രീകൾക്ക് പിന്നീട് സമൂഹത്തിൽ ഇറങ്ങാൻ പറ്റില്ല. കാരണം മൂക്കൊരാളുടെ ഇല്ലാതായി കഴിഞ്ഞാൽ അവർ തിരിച്ചറിയപ്പെടും, അവര് ഇങ്ങനെ ഒരു ശിക്ഷയ്ക്ക് വിധേയരാണ്. അങ്ങനെ അവരുടെ ജീവിതം ഈ ജീവച്ഛവമായിട്ട് ജീവിച്ചിരിക്കേണ്ട ഒരുപാട് വനിതകൾ ഉണ്ടായിരുന്നു ആ കാലഘട്ടത്തിൽ. അങ്ങനെയുള്ള പലർക്കും സുശ്രുത മഹർഷി അവരോട് ക്ഷമിക്കുകയും അവർക്ക് നഷ്ടപ്പെട്ടു പോയ മൂക്കിന്റെ സ്ഥാനത്ത് പ്ലാസ്റ്റിക് സർജറിയിലൂടെ ശരീരത്തിന്റെ മറ്റു ഭാഗത്തു നിന്നും മാംസവും തൊലിയും എടുത്തിട്ട് അദ്ദേഹം സർജറി നടത്തി അവർക്ക് കൃത്രിമ മൂക്ക് നിർമ്മിച്ചു കൊടുത്തിരുന്നു എന്നും വാർത്തകളുണ്ട്. കാശി രാജാവായിരുന്ന ദേവിദാസനാണ് സുശ്രുത മഹർഷിയുടെ ഈ ശസ്ത്രക്രിയയിലെ ഗുരു എന്നാണ് പറയുന്നത്. അദ്ദേഹം അതിപ്രഗത്ഭനായ ഒരു ശസ്ത്രക്രിയാ വിദഗ്ധനായിരുന്നു എന്നാണ് പറയപ്പെടുന്നത്. മാത്രമല്ല സുശ്രുത മഹർഷി നിരവധി ശിഷ്യന്മാരെ സ്വീകരിക്കുകയും അവർക്കൊക്കെ തന്നെ ശസ്ത്രക്രിയയുടെ പാഠങ്ങൾ പഠിപ്പിച്ചു കൊടുക്കുകയും ചെയ്തിരുന്നു. അത് ഒരു മെഡിക്കൽ കോളേജിലെ ഒരു പ്രൊഫസറെ പോലെയും കൂടെ ആയിരുന്നു അദ്ദേഹം. അപ്പോ നമ്മൾ ഇത്തരം ചരിത്ര സംഭവങ്ങളൊന്നും തന്നെ നമ്മുടെ നാട്ടിൽ എത്ര പേർക്ക് അറിയാം? നമ്മളിത് ദൗർഭാഗ്യവശാല് പലപ്പോഴും പാരമ്പര്യ ചികിത്സാ സമ്പ്രദായങ്ങൾ, അത് ആയുർവേദമാകട്ടെ, അതല്ലെങ്കിൽ സിദ്ധ, യുനാനി എന്നൊക്കെ പറയുന്ന പാരമ്പര്യ സംവിധാനങ്ങളാകട്ടെ, അതിനോട് ദൗർഭാഗ്യവശാൽ ആധുനിക മെഡിസിൻ പ്രാക്ടീസ് ചെയ്യുന്നവർ വളരെ പുച്ഛത്തോടാണ് സംസാരിക്കുന്നത്. പലരും, എല്ലാവരും എന്നല്ല ഞാൻ പറഞ്ഞത്, അതീവ പ്രഗത്ഭരായ പലരും വലിയ ബഹുമാനത്തോടെ ഈ രണ്ട് സമ്പ്രദായങ്ങളും സംയോജിപ്പിച്ച് ഇത് ഈ ആയുർവേദത്തിൽ നിന്ന് എന്തെങ്കിലും അവർക്ക് എടുക്കാൻ പറ്റുമെങ്കിൽ അതും എടുത്ത് അവർ ചികിത്സിക്കുന്ന ആൾക്കാരുണ്ട്. ഇപ്പം ഞാന് ലോക പ്രശസ്ത ന്യൂറോളജിസ്റ്റ് ആയിട്ടുള്ള ഡോക്ടർ വി രാമചന്ദ്രൻ എഴുതിയിട്ടുള്ള ലേഖനങ്ങളൊക്കെ വായിച്ചിട്ടുണ്ട്. അപ്പൊ അദ്ദേഹം പല ചികിത്സാ സമ്പ്രദായങ്ങളും കുറിച്ച് മനസ്സിലാക്കിയിട്ട് അതിൽ നിന്നെല്ലാം മനുഷ്യന് പ്രയോജനപ്രദമാകാവുന്ന അറിവുകൾ തെരഞ്ഞെടുത്തിട്ട് ഇതെല്ലാം സംയോജിപ്പിച്ച് ഒരു ഹോളിസ്റ്റിക് ചികിത്സാ സമ്പ്രദായം അത് കൊടുക്കുന്ന ആൾക്കാരാണ് അവരൊക്കെ FRCSകാരും ഞാൻ ഈ പറഞ്ഞ വിദേശ ഡോക്ടർമാരാണ്. നമ്മുടെ നാട്ടിലാണ് ഈ ദൗർഭാഗ്യവശാൽ ഈ മെന്റൽ ബ്ലോക്കുകൾ പലർക്കും ക്രിയേറ്റ് ചെയ്യുന്നത്. അതിനൊരു കാര്യമുണ്ട്, ഈ ഡോക്ടർമാരുടെ കുഴപ്പമല്ലാതെ നമ്മുടെ നാട്ടിൽ നിലനിൽക്കുന്ന രാഷ്ട്രീയ കാലാവസ്ഥയിൽ, ഇപ്പൊ മെഡിക്കൽ കോളേജുകളിലും ഒക്കെ തന്നെ രാഷ്ട്രീയമാണ്. അപ്പൊ ഈ രാഷ്ട്രീയ പാർട്ടികൾ, ഇപ്പൊ SFI പോലുള്ള പാർട്ടികൾ അവിടെ ചെന്നിട്ട് അവിടുത്തെ വിദ്യാർത്ഥികളിൽ കുത്തിവെക്കുന്ന ഈ ആവശ്യമില്ലാത്ത പാരമ്പര്യത്തോടുള്ള എതിർപ്പ്. നമ്മുടെ ഈ ലോകത്തിൽ ഏത് പാരമ്പര്യത്തിലും തെറ്റും ശരിയുമുണ്ട്. അതിൽ തെറ്റ് നമ്മൾ നീക്കം ചെയ്തിട്ട് അതിലെ ശരി നമ്മൾ ഉൾക്കൊള്ളുക എന്നുള്ളതാണ് ഈ പാരമ്പര്യത്തിന്റെ കാര്യത്തിൽ നമ്മൾ സ്വീകരിക്കേണ്ട നിലപാട്. പണ്ട് ചെയ്തു എന്ന് പറഞ്ഞ എല്ലാം ശരിയാവണമെന്നൊന്നുമില്ല, അതിൽ ഒരുപാട് തെറ്റുണ്ട്. ആ തെറ്റൊക്കെ നമ്മൾ നീക്കളയുക. പക്ഷെ പണ്ട് ചെയ്തു എന്നുള്ളത് കൊണ്ട് അതിനെ പൂർണ്ണമായിട്ടും തള്ളിക്കളയണമെന്നുമില്ല. എല്ലാം ശരിയുമല്ല, പണ്ടത്തേത് എല്ലാം തെറ്റുമല്ല. കാലത്തിനനുസരിച്ചുള്ള ശരികളെ നമുക്ക് സ്വീകരിക്കാം, കാലത്തിന് അനുയോജ്യമല്ലാത്ത തെറ്റുകളെ നമുക്ക് തള്ളിക്കളയാം. പിന്നെ മറ്റൊരു ആയുർവേദ പരമ്പരാഗത ചികിത്സാ സമ്പ്രദായങ്ങൾക്കുള്ള മറ്റൊരു പരിമിതി അല്ലെങ്കിൽ അതിന്റെ ഒരു ദൗർബല്യമായിട്ട് ഞാൻ കാണുന്നത്, ആധുനിക മെഡിക്കൽ സമ്പ്രദായത്തില് ഇപ്പോ യഥാർത്ഥത്തില് ഒരുപാട് ഗവേഷണങ്ങൾ നടക്കുന്നുണ്ട്. ഈ ഗവേഷണങ്ങളിലൂടെ നമ്മൾക്ക് ലഭിക്കുന്ന അറിവുകൾ അത് രേഖപ്പെടുത്തി, ഗവേഷണത്തിനൊരു പ്രത്യേക രീതിയുണ്ട്. ഇത്ര പേഷ്യൻസിന് ഈ മരുന്ന് കൊടുക്കുക, അതിൽ എത്ര പേർക്ക് അത് കൃത്യമായിട്ട് അതിൽ എത്ര പേർക്ക് സൈഡ് ഇഫക്ട്സ് ഉണ്ടായി, ഇങ്ങനെയൊക്കെയുള്ള പഠനങ്ങൾ നടത്തി ഭൂരിഭാഗം പേർക്കും രോഗമില്ല എന്ന് ബോധ്യമായെങ്കിൽ മാത്രമേ ഈ ചികിത്സാ സമ്പ്രദായം ഉൾക്കൊള്ളുകയുള്ളൂ. പക്ഷെ ദൗർഭാഗ്യവശാൽ ഈ ആയുർവേദത്തിലും മറ്റ് പരമ്പരാഗത സമ്പ്രദായങ്ങളിലും ഒക്കെ തന്നെ ഇത്തരം ഒരു ഗവേഷണ നിരീക്ഷണ അല്ലെങ്കിൽ രേഖപ്പെടുത്തലുകൾ ഇല്ല എന്നുള്ളത് ഒരുപക്ഷെ ഈ സമ്പ്രദായങ്ങൾ ശാസ്ത്രീയമല്ല എന്നുള്ള ഒരു ആരോപണം ഉന്നയിക്കാൻ പലർക്കും പഴുതുകൾ കൊടുക്കുകയാണ്. അപ്പോൾ ആയുർവേദം പ്രാക്ടീസ് ചെയ്യുന്നവരും എനിക്ക് തോന്നുന്നു ഈ ഗവേഷണ
പരീക്ഷണ രേഖപ്പെടുത്തലുകൾ എന്ന ആ ഒരു രീതിയിലേക്ക് അവരും എത്തിച്ചേരേണ്ടതുണ്ട്. അപ്പോ ഇങ്ങനെ ഉള്ള ആധുനികവൽക്കരണം പരമ്പരാഗത മേഖലയിൽ നടക്കണം. ചുരുക്കി പറഞ്ഞാല് പാരമ്പര്യത്തെ നമ്മൾ ഗൗരവമായിട്ട് കാണണം. നമ്മുടെ മഹത്തായ അറിവുകളെ നമ്മൾ പുനരുജ്ജീവിക്കണം. ഇത്തരമൊക്കെ സന്ദേശമാണ് ഈ പ്രതിമ അനാച്ഛാദനത്തിലൂടെ റോയൽ കോളേജ് ഓഫ് സർജൻസ് എഡിൻബറോ ലോകത്തിന് നൽകുന്നത്. മാത്രവുമല്ല, മാനവരാശിയുടെ വൈദ്യ പാരമ്പര്യം, ചികിത്സാ പാരമ്പര്യം, ശസ്ത്രക്രിയാ പാരമ്പര്യം അത് എത്രത്തോളം പൗരാണികമാണ്, അതായത് ചരിത്ര അതീത കാലത്തോളം നീണ്ടു കിടക്കുന്നു എന്നുള്ള ഒരു അറിവും നമുക്ക് നൽകുകയാണ്. നമ്മൾ അത്ര അഹങ്കരിക്കേണ്ട എന്നുള്ളൊരു സൂചനയുണ്ട്. എന്തായാലും ശരി, നമ്മുടെ സമയപരിമിതി മൂലം ഞാൻ ഇവിടെ നമ്മുടെ ഈ വിശകലനം നിർത്തുകയാണ്. എന്തായാലും ശരി, ഇതുപോലെയുള്ള അതീവ നമുക്ക് അഭിമാനകരവും കൗതുകകരവുമായിട്ടുള്ള ഇത്തരം വാർത്തകൾ കൂടുതൽ നമുക്ക് വരുന്ന ദിവസങ്ങളിൽ വിശകലനങ്ങളുമായിട്ട് നമ്മുടെ മുന്നിലെത്തിക്കാം. അതുവരെ എല്ലാവർക്കും ഒരിക്കൽ കൂടി നമസ്കാരം. താങ്ക് യു സർ.